പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ഇത്രയും പ്രാർത്ഥിച്ചല്ല, ഇത്രയുമൊക്കെ കഷ്ടപ്പെട്ടിട്ട് വിശ്വാസത്തിന് വേണ്ടി നിന്നല്ല, ദൈവം എന്നോടൊരു നീതി കാണിക്കണില്ലല്ല, ഒരു കരുണ കാണിക്കണില്ല എന്ന് മനസ്സ് ഓർത്ത എന്നിലൂടെ ഇപ്പോൾ ഈശോ പറഞ്ഞത് മക്കൾ ഓർക്കണം. കാര്യം ഞാൻ ഇന്ന് വരെ മനസ്സിലാക്കിയെടുത്തോളൂ, ദൈവം ഒരു അനീതിയും ആരോടും കാണിക്കത്തില്ല. എന്തെങ്കിലും അനീതി ഉണ്ടെങ്കിൽ കാണിക്കണമെന്നൊക്കെ തോന്നിയാൽ അത് നീതിയേക്കാൾ വലിയ കരുണയാണത്. എന്താ കാര്യം? നിന്നോട് നേരത്തെ ഇതിപ്പോൾ ഈ സ്വർഗരാജ്യത്തിൻ്റെ ഉടമസ്ഥനായിട്ട് ഭൂമിയെ ചുറ്റി നടക്കാൻ പറ്റണത് എന്ത് രസമാണ്. മറ്റത് നമുക്ക് അറിയാതില്ലല്ലോ. ചത്തിക്കെട്ട് പോകുമ്പോൾ ഈ മക്കളുണ്ടാക്കിയ മക്കൾ പ്രാർത്ഥിച്ചെങ്കിൽ പ്രാർത്ഥിച്ചു. നവംബർ മാസത്തിൽ ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ അപ്പനോ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ മരിച്ചു പോയിട്ട് എത്ര പേര് ഈ നവംബർ മാസത്തിൽ 2-ാം ദിവസം പോയി 2-ാം തീയതി പോയി പള്ളിയിൽ പ്രാർത്ഥിച്ച്? കൈയൊന്നും പൊക്കാൻ നിൽക്കണ്ട. നമുക്ക് സൗകര്യം കിട്ടാത്ത മക്കളുണ്ടാവും. അവർ ഓർക്കണം, നമ്മുടെ മക്കളും ഇതുപോലെ തന്നെയാണ് നമ്മളോട് ചെയ്യാൻ പോണത്. നമുക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ തരപ്പെട്ടില്ല. അന്ന് അസുഖമായിപ്പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗതികേട് വന്നുപോയി, അന്ന് ആത്മക്കാർക്ക് വേണ്ടി ദിവസം പോകാൻ ഒത്തില്ല. അപ്പം നമ്മുടെ തന്നെ അവസ്ഥ എന്താ? കിട്ടുമോ കിട്ടത്തില്ലേ, എന്തായിരിക്കും ആവോ, ഉണ്ടോ ഇല്ലേ അറിയത്തില്ലല്ല എന്നുള്ള കണ്ടീഷനിൽ വിശ്വാസിയായി ജീവിക്കുമ്പോഴും വിശ്വാസിയായി അറിയപ്പെടുമ്പോഴും അവിശ്വാസിയായി ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ. ഇപ്പം ആ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അവനോട് എന്താ കുമ്പസാരൊക്കെ കൊട്ടി വെച്ച് പരിശുദ്ധാത്മ പറഞ്ഞത്? നിൻ്റെ ഫുൾ എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് നീ ദൈവരാജ്യത്തിൻ്റെ ഉടമയാണ്, തലേരും കെട്ടി ജീവിക്കാൻ പറയുകയാണ്. നീ ഉടമയാണെന്ന് ഞാനും ആദ്യം കേൾക്കണം. അതാണ് ഇത്രയും വാചാലമായിട്ട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രൊവിഷനുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കുകയെ, കർത്താവേ 4 കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് 2 ആണും 2 പെണ്ണും, അതിൽ 4ൻ്റെ കരളിന് ഇങ്ങനെ പണി കൊടുത്ത് എന്ത് പറ്റി? എന്ത് കഷ്ടമായിപ്പോയി. 2 എണ്ണത്തിനെങ്കിലും വെച്ചിരുന്നെങ്കിൽ 2 എണ്ണത്തിനെ കൊണ്ട് 2 നോക്കാൻ പറ്റത്തില്ലേ? ഞാൻ നോക്കിയിട്ട് അവരുടെ സ്വഭാവത്തിൽ, അപ്പൻ്റെ അമ്മയുടെ സ്വഭാവത്തിൽ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യരാണ്. പാര വെപ്പ, സൂചി വെപ്പ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കലോ വൈരാഗ്യമോ അല്ലെങ്കിൽ അടിച്ചു മാറ്റുള്ള ഇങ്ങനെയൊക്കെ ഉള്ള തരികിട പരിപാടി ഒന്നുമില്ലാത്ത ജീവിച്ചു പോകുന്നവർ, സാധാരണ വേറെ എടുത്ത് ജീവിക്കണം, സാധാരണ പ്രാർത്ഥിച്ച് ദൈവമേ എന്ന് പറഞ്ഞ് ജീവിക്കണം മനുഷ്യർ. ഈ ദൈവമേ എന്ന് പറഞ്ഞ് ജീവിക്കണം മനുഷ്യർക്ക് 4 കുരിശ് ഒരുമിച്ച് കൊടുത്തിരിക്കുക. കുമ്പസാരെ കൂടി ഞാനും സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ചിരിക്കണത്. കാര്യം എന്താ? കർത്താവിൻ്റെ ചിരിയാണത്. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ക്ലേശങ്ങളെ എടുക്കാൻ കഴിയുമെന്നും അത് സാക്ഷ്യമാക്കി മാറ്റാൻ കഴിയുമെന്നും ഇപ്പം ഞാൻ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, മറ്റുള്ളവരറിയണം. എൻ്റെ മക്കളെ, നിങ്ങളെ കാണുമ്പോഴേ ദൈവത്തിനൊരു സന്തോഷം ഉണ്ടാകണം. അല്ല നിങ്ങളെ കാണുമ്പോൾ പറയുമോ ദേ വന്നാലും അവരാതി അടുത്ത ആവലാദ്യം കൊണ്ട്. ദൈവത്തിന് അങ്ങനെ തോന്നരുതേ. നിങ്ങളെ കാണുമ്പോൾ ദേ വന്നാലും അവരാതി അടുത്ത ആവലാദ്യം കൊണ്ടെന്ന് പറയാം. നിങ്ങളെ കാണുമ്പോൾ എൻ്റെ മകൾ വന്നു, എൻ്റെ സാക്ഷി. അതായത് നമ്മുടെ മൂല്യമെന്ന് പറയണത് ദൈവത്തിന് നമ്മളെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്, അതാണ് നമ്മുടെ മൂല്യം. നമ്മുടെ മൂല്യം എന്ന് പറഞ്ഞാൽ അതാണ്. ദൈവത്തിന് നമ്മളെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്, അങ്ങ് ആ രീതി. ഇപ്പം നിങ്ങളൊക്കെ ഇപ്പം ദൈവത്തിന് മുമ്പിലൊരു വിലയുള്ള ആൾക്കാരായി. എങ്ങനെയാ? അതായത് ഇല്ലാത്ത കാശുണ്ടാക്കി പത്രം വാങ്ങിച്ച് സ്വന്തം നിലയ്ക്ക് കൊണ്ടുപോയി വിതരണം ചെയ്ത് 10 മനുഷ്യർ നിങ്ങളുടെ പേരിൽ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വന്നപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾക്കൊരു പിടിയായി ഇല്ലേ? ഞാൻ അച്ഛനായ കാലം മുതലേ ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അതായത് അതാ ഉടുപ്പ് അന്ന് തന്നെ മാറിയതാ. അതായത് പ്രേക്ഷിത ജോലി ചെയ്യണം, കർത്താവിനെ അറിയാത്തവർ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണമെന്നും. അപ്പോഴെന്താ? ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു വിലയാകും. ഇപ്പം ചില ആൾക്കാരോടൊക്കെ നമ്മൾ എന്താണ് പറയണത്? അപ്പം ചിലത് നമുക്കറിയാം അവർക്ക് ഈ ജന്മത്തിൽ അവർ രക്ഷപ്പെടത്തില്ലെന്ന്. പക്ഷെ ആ കേസ് നമ്മൾ പിടിക്കും. ഈ ജന്മത്തിൽ അവർ രക്ഷപ്പെടത്തില്ലെന്നറിയാം. അവരുടെ കടങ്ങൾ അത്രയുമാണ്. അവരുടെ കടങ്ങൾ ഇപ്പം നിങ്ങളുടെ വീട് സ്ഥലവും നിങ്ങൾ വിൽക്കാൻ പോണ എന്താ കാര്യം? നിങ്ങൾക്ക് 1 കോടി രൂപ കടമുണ്ട്.
ഈ വീട് സ്ഥലം വിറ്റാലേന്നാ കിട്ടാൻ പോണത് 35 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ, കൂടിപ്പോയാൽ 50 ലക്ഷം രൂപ. ഈ 50 പിന്നെ അടുത്ത 50 ലക്ഷത്തിന് എന്ത് പോവും? വാടക പോയാൽ അവിടെ എങ്ങനെ കൊടുക്കും വാടക? എങ്ങനെ പിന്നെ ജീവിക്കും? ഓരോ ദിവസവും ഒരു എത്തും പിടിയും ഉണ്ടാകത്തില്ല. ഈ ഒരു എത്തും പിടി ഇല്ലാത്ത കേസ് എന്താണ് കൃപാസനം സ്വീകരിക്കണത്? ഒരു എത്തും പിടി ഇല്ലാത്ത കേസ് കേൾക്കുമ്പോൾ സന്തോഷമാണ്. എന്താ കാര്യം എന്നറിയാവോ? അതായത് നിന്നെ ദൈവം കൊണ്ടുവന്നാണെന്നാണ് ഞാൻ ചിന്തിക്കണത്. ഉടനെ ഇപ്പം അമ്മയെ സംബന്ധിച്ചോളം ഒരു എത്തും പിടിയില്ലാത്ത കേസ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? ചിന്തിക്കണേ മക്കളെ. അത് നിങ്ങൾക്കൊരു എത്തും പിടിയില്ലാത്ത ഒരു വിഷയത്തിലാണ്, അവസ്ഥയിലാണ് നിങ്ങൾ ചെന്ന് ചാടിയിരിക്കണമെങ്കിലേ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പറ്റത്തില്ല. അതെന്താണ്? ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. ദൈവത്തിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയാവോ, 10,000 മനുഷ്യർ പുറത്ത് നിങ്ങളെക്കാൾ ഭാരമുള്ളവരുണ്ട്, ഇല്ലേ? പിന്നെ നിങ്ങളെന്താ മാത്രം ഇവിടെ വിളിക്കാൻ കാരണം? ദൈവം അത് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. കൈ അടിച്ച് കർത്താവ് ഇപ്പം കടമായാലും രോഗമായാലും, ഇപ്പം നമ്മളെന്താണ് ക്യാൻസർ രോഗികളെ പ്രാർത്ഥിക്കണത്? അവർക്ക് ഉടമ്പടി പോലും ചെയ്യേണ്ടല്ല, ഇല്ലേ? തൈറോയ്ഡുകാരെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരോടൊന്നും ചോദിക്കത്ത് പോലും ഇല്ല. എല്ലാ തൈറോയ്ഡും അല്ല, തൈറോയ്ഡ് കാരണം മക്കളുണ്ടാവത്തില്ല, അത് കാരണം വേറെ പല പ്രശ്നങ്ങളുള്ളവരുണ്ടാകും. കിഡ്നി രോഗികളെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരോട് ഉടമ്പടി പോലും ചോദിക്കത്തില്ല. അവരോട് പറയും നേരെ ഇവിടെ ഇടിവെക്കാതിരിക്കാൻ വേണ്ടി ലൈൻ നിൽക്കാൻ വേണ്ടി ഒരു നമ്പർ വാങ്ങിച്ചോളാൻ പറയും. അതാണ് ഉദ്ദേശിക്കണം. എന്താ കാര്യം? അമ്മ ഇവിടെ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങളിവിടെ വന്ന് എത്തിയില്ലേ? എത്തിയപ്പോൾ എന്താ പ്രശ്നം? ദൈവം അറിഞ്ഞല്ല സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മരുന്നിനോ ഇപ്പം നിങ്ങളുടെ കടം തന്നെ, നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ ഈ ആയുസ്സിൽ നിങ്ങൾക്ക് വേല എന്താ പറയുക എന്താ വെച്ചാൽ ഈ ആയുസ് മൊത്തം വേല എടുത്താൽ പോലും ഞങ്ങളുടെ വീട്ടിലെ കടം തീരത്തില്ല. കടത്തിലാണ് തന്നെ ജനിച്ചത്. എൻ്റെ അപ്പൻ്റെ കാലത്ത് തൊട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ പട്ടിണിയും കാലക്കേടും പ്രയാസമൊക്കെയാണ്. അപ്പനും രോഗിയായിട്ടും കടമായിട്ടും മരിച്ചു. എൻ്റെ കാലം വന്നപ്പോൾ അപ്പൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ആ കട ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഇതേ ഞാനും മരിക്കണ കടത്തിലായിരിക്കും. എന്തിന് ജീവിച്ചെന്ന എന്തിന് മരിച്ചെന്ന ഒന്നും അറിയാൻ പാടില്ല. എനിക്കൊരു പിടിയും കിട്ടില്ല. പിന്നെ ഇങ്ങനെ പോകും. അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് കരയോ, തൊണ്ട ഇടയ്ക്ക് അവർക്ക് ഈ ജീവിതം ഒന്നും തിരിച്ചു കൊടുക്കണില്ലല്ല. അവർക്ക് ഈ ജീവിതം ഒന്നും തിരിച്ചു കൊടുക്കണില്ലല്ല. എൻ്റെ മക്കളെ, ഒന്നും ജീവിതം നിനക്ക് തിരിച്ചു തരുന്നില്ല. എന്തിനാണ് ജീവിതമെന്ന് പോലും നിനക്ക് അറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്? അപ്പം നമുക്കൊരർത്ഥം തോന്നണില്ലല്ലോ. ഞാനൊരിക്കൽ ഈശോനോട് പണ്ട് പറയുമായിരുന്നു, ഈശോ നീ കൂടി ഇല്ലായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്ത് നല്ലത്. എന്താ കാര്യം? ഈ ജീവിതത്തിൽ വേറെ ഒന്നുമില്ലല്ലോ. വേറെ എന്ത് ഈ ജീവിതത്തിലുണ്ട്? നമ്മൾ എന്ത് ഉണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അത് പോകത്തില്ലേ? ഇപ്പോൾ 72 ഇപ്പം നമ്മൾ ഈ ഭൂമിയിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും 80-90 വയസ്സായി കഴിയുമ്പോൾ കണ്ണു കാണാൻ പാടില്ല. എന്തെല്ലാം ഉണ്ടായാലും അനുഭവിക്കാൻ യോഗ്യമില്ലാതെ മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഇതിനിടയ്ക്ക് ദൈവം കൂടി ഇല്ലെന്ന് പറയണമെന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയ പുണ്യം എന്താണ്? ദൈവം തന്നെയാണ്. ശരിക്കും ദൈവം തന്നെയാണ്. അതായത് ഈശോ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ കൈകാര്യം ചെയ്യാൻ പാടില്ലാത്ത, സ്വാധീനത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ പ്രതിസന്ധിയിലാണ് നീ ചെന്ന് കുരുങ്ങിയിരിക്കണം വിചാരിച്ചോ. അങ്ങനെ കുരുങ്ങപ്പെട്ട് കഴിയുമ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാവോ? ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതിനർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് പറയും അങ്ങനെയാണെങ്കിൽ നീ ചെയ്യേണ്ട കാര്യമല്ലെന്ന് പറയും. ഇത് മനസ്സിലായില്ലേ? ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്ന് നീ മനസ്സിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ത് പറയും? അത് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നീ ചെയ്യാനുള്ള കാര്യമല്ലെന്ന് പറയും. എന്താ കാര്യം? പിന്നെ ആരാ ചെയ്യേണ്ടത്? ദൈവമാണ് ചെയ്യേണ്ടത്. അമ്മ നമ്മളെ പഠിപ്പിച്ചത് അതല്ലേ? അമ്മ പറഞ്ഞ് മാലാഖയോട് പറഞ്ഞ് എനിക്ക് 10-16 വയസ്സാണ് ഉള്ളത്. ഈ പറയണ കാര്യങ്ങളൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ ചെയ്യാൻ പറ്റുന്നതോ ഒന്നുമല്ല. എന്താണ്?
ഈ 16-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാതെ പുരുഷനെ അറിയാതെ ഗർഭിണിയായിട്ട് അത് ആ കൊച്ചിനെ വളർത്തിക്കൊണ്ട് വരണ ഈ പരിപാടികളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റണമല്ല. എൻ്റെ ബുദ്ധിക്കോ കഴിവിനോ ഇവിടുത്തെ സാമൂഹ്യ അവസ്ഥയ്ക്കോ ഒന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഞാനത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഇതെങ്ങനെയാണ് ഇതിനെ കൺഫ്രണ്ട് ചെയ്യണത്, അതിജീവിക്കണത് എന്ന് അമ്മ ചോദിക്കും. അപ്പോഴെന്താണ് മാലാഖ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പോഴേ ആദ്യമേ അമ്മ അത് കേട്ട ഉടനെ അമ്മ എന്ത് പറയും? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ. അവിടെയാണ് പ്രശ്നം വരുന്നത്, അവിടെയാണ് വിഷയം. അതായത് നമ്മുടെ കഴിവിൻ്റെ പരിധിക്കപ്പുറത്ത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമെന്നല്ലേ പറഞ്ഞത്? അമ്മയോടെന്താ മാലാഖ പറഞ്ഞത്? നിൻ്റെ കഴിവിൻ്റെ അപ്പുറത്തെ കാര്യമാണ് ഞാൻ നിന്നോട് ചെയ്യാൻ പറഞ്ഞിരിക്കണത്. അപ്പോൾ നീ ചോദിച്ചു, ഞാനിത് എങ്ങനെ ചെയ്യാനാ? എനിക്ക് 10-16 വയസ്സല്ലേ ഉള്ളൂ, ഞാൻ എങ്ങനെ ഇതിന് വരുന്ന ഭവിഷ്യത്തുകളെയൊക്കെ എങ്ങനെയാണ് നേരിടണത്? എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞപ്പോഴേ നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ ഭാഷയാണ് മനുഷ്യൻ ഇങ്ങോട്ട് തർജ്ജിമ ചെയ്യണത്. അതായത് ദൈവത്തിന് വരുമെന്ന് പറയണതും വന്നു കഴിഞ്ഞെന്ന് പറയണതും വന്നിരിക്കണമെന്ന് പറയണതും എല്ലാം ഒരു ലാംഗ്വേജാണ്. കാര്യം ദൈവത്തിന് ഭൂതമില്ല ഭാവിയുമില്ലല്ലോ, നിത്യവർത്തമാനത്തിൽ കഴിയണ കാരണം പരിശുദ്ധാത്മാവ് വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവമല്ലേ അത് പറഞ്ഞിരിക്കണത്. അപ്പോൾ അത് വന്നതിന് ശേഷമാണ് വരുമെന്ന് പറയണത്. അമ്മയ്ക്ക് മനസ്സിലാക്കാൻ വരുമെന്നും ദൈവത്തിൻ്റെ മാനസികാവസ്ഥയിലാണെങ്കിൽ ആ വർത്തമാന കാലത്ത് സംഭവിച്ചിരിക്കുകയാണ്. അപ്പം തന്നെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ മേരിയോട് പറഞ്ഞു, മേരി ഞാൻ വന്നു, ഇനി ഓക്കെ, ബാക്കിയുള്ള ഇനി നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറയും. നീ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയും. പിന്നെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എന്താണ്? മേരി ഐ ആം റെഡി, ഇറ്റ്സ് ഓക്കെ. നീ ചോദിച്ചു വാങ്ങിച്ചതല്ലേ, നീ ചോദിച്ചില്ലേ അപ്പയോട് ഞാൻ ഇതെങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന്? അപ്പം മറുപടി എന്താ? പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമ്മർദ്ദ സാഹചര്യം ദൈവം സൃഷ്ടിക്കുമ്പോൾ മേരി റെസ്പോണ്ട് ചെയ്യും. വി മസ്റ്റ് ഓൾസോ റെസ്പോണ്ട്. മനസ്സിലായോ? അതിൻ്റെ ആ ഒരു ലോജിക്ക് പോണ കണ്ടില്ലേ? പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അംബാസിഡറായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, ചോദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മുടെ സാഹചര്യത്തെ സമ്മർദ്ദപ്പെടുത്തുമ്പോൾ, നമുക്ക് എത്തുപിടിയില്ല വരുമ്പോൾ പരിശുദ്ധ അമ്മ ചോദിച്ച പോലെ നമ്മളും ദൈവത്തോട് ചോദിക്കണം. കർത്താവെ, കടം 1 കോടിയുണ്ട്, കർത്താവ് എൻ്റെ മക്കൾ 2 പേർക്കും രോഗിയാണ്, കർത്താവ് വരുമാന മാർഗം പൊട്ടിയിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അതാണ് നമ്മൾ ഉടമ്പടിയിലൂടെ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മൾക്ക് സ്വാധീനിക്കാനോ റെക്കമെൻഡിനോ ശുപാർശക്കോ ആരുമില്ല. നമ്മൾ പെരക്കുതാനും തരിക്കുതൂളെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുമോ? അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ബൈബിൾ തരുന്നൊരു ഉത്തരമാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ആയാലും മരിയൻ സ്പിരിച്വാലിറ്റി ആയാലും അതിൻ്റെ ആന്തരിക മർമ്മം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തന്നെയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു വന്നപ്പോൾ അമ്മയോ ഉടനെ പരിശുദ്ധാത്മാവ് റെഡിമേഡ് ഉത്തരവാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു, മേരി ഇനി നീ പറയണം ബി ടു ഡൺ അക്കോർഡിംഗ് ടു ദൈ വേർഡ് എന്ന് പറയാൻ പറഞ്ഞു. ഉടനെ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ നിറവേറട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാണ് അത് പറഞ്ഞിരിക്കണത്, ഇല്ലേ? നമ്മൾ ലൂക്കാ 1:35-36 തൊട്ട് 38 വരെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് മേരി പറയണത് എന്താണ്? അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, മേരി ഐ ആം റെഡി, ഐ ആം വിത്ത് യു. ഇനിയിപ്പോൾ നീ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ,
അപ്പയോട് പറയണം, അപ്പ അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് എന്നെ പുനഃക്രമീകരിക്കണമെന്ന്. ഉടനെ ബി ടു അക്കോർഡിംഗ് ടു ദൈ വേർഡ്, നിൻ്റെ വചനം അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ എൻ്റെ ജീവിതം പുനഃക്രമീകരിക്കണമേ. എന്തെങ്കിലും വളരെ ശ്രദ്ധിക്കണേ, എന്തെങ്കിലും നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ കണക്ക് കൂട്ടലിനോ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് നമ്മളും പറയേണ്ട ഒരു കാര്യമാണ്, അപ്പം ആ പരിശുദ്ധാത്മാവിനെ തരണമേ. ഞാൻ ഒറ്റയ്ക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും? പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മ പറയും, ഇതിന് എല്ലാത്തിനെയും പരിഹരിക്കാൻ മാർഗമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ വചനമനുസരിച്ച് കൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കാൻ. കാനായിൽ വെള്ളം വീഞ്ഞാക്കാൻ വേണ്ടി വെള്ളം വീഞ്ഞില്ലാതെ വന്നപ്പോൾ ഇതേ അമ്മ ഇതേ വചനം പറഞ്ഞ ഇതേ അമ്മ തന്നെ ഈശോൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല, കുടുംബം അപമാന ഭാരത മുങ്ങാൻ പോകുന്നു, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ ഈശോ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? പിതാവ് വിഷയം അറിഞ്ഞിട്ടില്ല, പിതാവിൻ്റെ സമയമായിട്ടില്ല, എൻ്റെ പബ്ലിക് മിനിസ്ട്രി ആരംഭിച്ചിട്ടില്ല, ഈ വിഷയം ചെയ്താലും ചെയ്തില്ലേലും ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, നിനക്കെന്ത് എനിക്കെന്ത്, ഈ വിഷയം നമ്മൾ ടേക്കപ്പ് ചെയ്യേണ്ട വിഷയമില്ല എന്ന് പറഞ്ഞിട്ട് നോ എൻഡ് ഡെഡ് എൻഡ് അടിച്ചു വിടും. അപ്പോൾ അത് ഡെഡ് എൻഡ് ആയില്ലേ? അത് ഡെഡ്. അപ്പോൾ ഈ നമ്മൾ ഓരോ ശ്രമങ്ങൾ നടത്തുമ്പോൾ, ഇപ്പം അമ്മ ഒരു ശ്രമം നടത്തി ഈശോൻ്റെ അടുത്ത് തന്നെ നേരിട്ട് ശ്രമം നടത്തിയപ്പോൾ കുറേ സാങ്കേതിക വിഷയങ്ങൾ വന്നിട്ട് അത് ഡെഡ് എൻഡ് അടിച്ച് നിൽക്കുക. വീണ്ടും പരിശുദ്ധാത്മ വർക്കൗട്ട് ചെയ്യും. മേരി, പണ്ട് മംഗളവാർ സമയത്ത് ഒരു ഡെഡ് എൻഡ് ഉണ്ടായിരുന്നു, മാരകമായ ഒരു നൃത്തമുണ്ടായിരുന്നു. അന്ന് നീ പറഞ്ഞായിരുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങേ വചനം പോലെ നിറവേറട്ടെ എന്ന്, വചനമനുസരിച്ച് കൊണ്ട് ക്രമീകരിക്കുക ഇല്ലേ? അപ്പോഴാണ് നീ പ്രഗ്നൻ്റ് ആയത്. ഇതിപ്പോൾ വീണ്ടും ഇവിടെ ആ വചനം മാംസമായി മനുഷ്യാവതാരത്തിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വീണ്ടും മനുഷ്യരാശിയുടെ മുമ്പിൽ മറ്റൊരു ഡെഡ് എൻഡാണ്. എന്താണ്? സമയമായിട്ടില്ല എന്നുള്ള ഡെഡ് എൻഡ്. അത് ചെയ്താലും ചെയ്തില്ലാലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് ഈശോ കട്ടൻ്റെ ഒരു നിലപാടെടുത്ത് അപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് സഹായിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മേരി, അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാകുമെന്ന്. അതന്ന് പറഞ്ഞത് തന്നെയാണ്. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചത് അതേ വിശ്വാസം തന്നെയാണ്. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ നിൻ്റെ മേൽ വന്ന് കഴിയുമ്പോൾ എന്ന് വാഗ്ദാനം നൽകുമ്പോൾ പരിശുദ്ധാത്മ അതും പടി വന്ന് കഴിയുമ്പോൾ മേരി കർത്താവിൻ്റെ ദാസി അങ്ങേ വചനം പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം കർത്താവിൻ്റെ വചനത്തിനായി നിറവേറ്റിയിരിക്കുന്നു, പുനഃക്രമീകരിച്ചിരിക്കുന്നു. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന വിഷയമാണ്. ഉടമ്പടി സാക്ഷികൾ വളരെ ശ്രദ്ധിക്കണം. എന്താ കാര്യം? ഇത് ഉടമ്പടി ധ്യാനമാണ്. നിങ്ങൾക്കറിയാമല്ലോ, അതായത് മേരിയുടെ ജീവിതം കർത്താവിൻ്റെ വചനത്തിനായി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുക മാത്രമല്ല, എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് മേരി ദേവമാതാവായി വിളങ്ങുമ്പോൾ മനുഷ്യരാശിക്ക് വേണ്ടി ആദ്യത്തെ അഡ്വക്കേറ്റ് ആകുകയാണ്. വക്കീൽ കോട്ടെടുത്തിട്ടിരിക്കുകയാണ് വാദിക്കാൻ വേണ്ടി, മനുഷ്യരാശിയുടെ ഇല്ലായ്മയ്ക്ക് വേണ്ടി വാദിക്കാൻ, മനുഷ്യരാശിയുടെ തകർച്ചയ്ക്ക് വേണ്ടി വാദിക്കാൻ, കുടുംബത്തിൻ്റെ മാനക്കേടിന് വേണ്ടി വാദിക്കാൻ കറുത്ത കോട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ വക്കീൽ. അവൻ്റെ മകൻ്റെ അടുത്ത് പറയുമ്പോൾ മകൻ പറയും, വാദം ശരിയാണ്, പക്ഷേ സമയമായിട്ടില്ല, ഇത് നമ്മൾ തമ്മിലുള്ള വിഷയമല്ല, പിതാവിൻ്റെ അടുക്കൽ നിന്ന് വരേണ്ട കൺകറൻസിൻ്റെ അൾട്ടിമേറ്റ് പ്രോബ്ലമാണ്, ഇറ്റ് ഇസ് ഡെഡ് എൻഡ് എന്ന് പറയും. അപ്പോഴും പരിശുദ്ധാത്മാവ് പറയും, ഏത് ഡെഡ് എൻഡ് ആയാലും ശരി അതിന് ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ശബരിമല വിഷയം, ഇവിടുത്തെ വിഷയം എന്താ? റിവ്യൂ പെറ്റീഷന് പോയില്ല എന്നുള്ളതല്ലേ. അപ്പോൾ റിവ്യൂ പെറ്റീഷന് പോകേണ്ട എന്താ പോകാൻ സർക്കാരിനോട് ചോദിക്കുമ്പോൾ സർക്കാർ പറയും സുപ്രീം കോടതി വിധിയല്ലേ, അത് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഓർഡിനൻസ് ഇറക്കിയാൽ പോരെ എന്ന്. അപ്പോൾ അവർ രണ്ടും ശരിയാ ഇല്ലേ? അത് രണ്ടും ശരിയാ. അപ്പോൾ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ വേണ്ടി ഒന്നെങ്കിൽ റിവ്യൂ പെറ്റീഷന് പോവുക, അല്ലെങ്കിൽ ഓർഡിനൻസ് ഇറക്കുക, രണ്ടും ഒരു മറുകൃതിയാണ്. അതുപോലെ സമയമായില്ല എന്ന് പറഞ്ഞാൽ സമയമായില്ല, പിതാവിൻ്റെ മനസ്സിലുള്ള പുത്രൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അടയാളങ്ങളുടെ സമയമായില്ല എന്ന് പറഞ്ഞാൽ അതിനെ മറികടക്കാനുണ്ട് ലൂപ്പ് ഹോള്. പരിശുദ്ധാത്മാവ് പറയും, എന്താണ്? സമയമാകാത്ത കാര്യങ്ങൾക്ക്
അതിനെ മറികടക്കാൻ, ആ സാങ്കേതിക പ്രയാസങ്ങളെ മറികടക്കാൻ മാർഗമുണ്ട്. എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ. ദൈവത്തിലെ ഇതൊരു മുദ്ര പൊട്ടിക്കലാണ്. ഞാനും നീ ഇത് കേൾക്കണം ആത്മാവ് സംസാരിക്കുമ്പോഴേ. നമ്മൾ മാത്രമല്ല, ആരെല്ലാം ലൈവായിട്ട് ഏറെല്ലാം രാജ്യങ്ങളിരുന്നു കൊണ്ട് കർത്താവിന് ശുശ്രൂഷ കേൾക്കുന്നുണ്ടോ അവരോടെല്ലാം ഈശോ പറഞ്ഞാണ്, ദൈവവേദലെ നിൻ്റെ ദുഃഖത്തിനേക്കാൾ തൂക്കമായി നിൻ്റെ കണ്ണുനീര് നിന്നിട്ട് നീ കരകയറാത്ത അവസ്ഥയാണോ, അത് നീ കരകയറാൻ ദൈവം ആഗ്രഹിക്കണില്ല, മറിച്ച് നിന്നെ കരകയറ്റാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവ് കരകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കരകയറ്റാനാവാത്ത പ്രതിസന്ധികള്, ജീവിത ആവശ്യങ്ങള്, വിഷമതകള്, രോഗദുരിതങ്ങള്, കർത്താവേ ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങള് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ഒരു സൂത്രവാക്യമാണ്. അതായത് ഇതൊരു വെളിപാടാണ്. എൻ്റെ മക്കൾ ഒരു തീരുമാനം എടുക്കണം. അതായത് നമ്മൾ ഈ സുവിശേഷ ശുശ്രൂഷ സമ്മറിയാക്കി വരുമ്പോഴേ, സമപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ മറക്കാതിരിക്കേണ്ട കാര്യമുണ്ട്. അതായത് ഒന്ന്, നിൻ്റെ വിഷയം നിന്നേക്കാളും മുകളിൽ വളർന്ന് നിനക്കത് കൈകാര്യം ചെയ്യാൻ നിസ്സഹായമായി നിൽക്കുന്ന അവസ്ഥയാണുള്ളതെങ്കിൽ എന്താണ് ഇപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞത്? ആ വിഷയം നീ തന്നെ പരിഹരിക്കാൻ ദൈവം ആഗ്രഹിക്കണില്ല. പിന്നെ ആര് പരിഹരിക്കും? ദൈവം പരിഹരിക്കും. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇവിടെ ഒരു ചേച്ചി വന്ന്, ചെന്നുപേരിയിലെ ചേടുത്തി, നാട്ടുകാരത്തിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ 25,000 രൂപ ഞാൻ ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ് അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ നിൽക്കുകയായിരുന്നു, എന്ത് തിരക്കിൽപ്പെട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് എവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, അതുകൊണ്ട് എനിക്ക് നാട്ടിലിപ്പോൾ ആരുമില്ല, ഞാൻ എൻ്റെ വസ്തുവെല്ലാം വിറ്റു, ഉടമ്പടി ചെയ്തപ്പോൾ വസ്തുവെല്ലാം വിറ്റു. ആ വിൽക്കാതെ കിടക്കരുത്, കാര്യം വിൽക്കാനും ചോദിക്കാനും അവർ ഒറ്റ പെണ്ണാണ്. അപ്പം അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാ, അന്വേഷിക്കാനാ, തിരക്കാനാ ഒന്നും ആരുമില്ല, ഉടമ്പടി മാത്രമേ ഉള്ളൂ. പക്ഷേ അത് അമ്മ ഒരു മാസം കൊണ്ട് ചെയ്തു കൊടുത്തു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാര്യം അവർക്ക് തിരക്ക് അന്വേഷിച്ച് കൊടുക്കാനാ, പ്രത്യേകിച്ച് ഈ ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് അങ്ങനെ അത്ര വിശ്വാസമുള്ളവർ മാത്രമേ ഇതൊക്കെ ഏൽപ്പിക്കാനൊക്കെ പറ്റത്തുള്ളൂ. പക്ഷേ അമ്മ അത് സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തു. അവർ ബാക്കി പൈസ എല്ലാം കൊണ്ടുപോയി ഒരു നല്ല സ്ഥാപനത്തിന് കൊണ്ടുപോയി കൊടുത്തു. അവർ എഗ്രിമെൻ്റ് ആക്കി അവരവിടെ ജീവിതകാലം മുഴുവൻ അവിടെ താമസിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സമയം കിട്ടുമ്പോൾ വരിക, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കൈകാര്യം ചെയ്യാം, സന്തോഷമായിരിക്കുക, പ്രാർത്ഥിച്ച് വിട്ട്. ഞാൻ അവർ പോയപ്പോൾ ഓർത്ത്, പണ്ടേ അത് 93 ഞാൻ തുമ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയിലിരിക്കുകയായിരുന്നു. അന്ന് കൊച്ചച്ഛനാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ നിലയിരിക്കുക. രണ്ടാമത്തെ നില, നിങ്ങൾ ഈ വിഷയം ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. രണ്ടാമത്തെ നിലയിരിക്കുമ്പോൾ താഴേക്കുള്ള കാഴ്ച നമുക്ക് കാണാൻ. അപ്പോഴന്ന് ഒരു ഇങ്ങനെ 60% മുടന്തുള്ള ഒരു സഹോദരി പള്ളിയുടെ വാതിൽക്കൽ കൂടി ഇങ്ങനെ കറങ്ങി വന്നെ ഞാൻ കണ്ടു. എന്നെ കാണാൻ വന്നാലും ഞാൻ ഓർത്തില്ല, കാര്യം ഇത്രയും ഭയങ്കര മുടന്താ. അത്രയും മുടന്തുള്ള ആളെങ്ങനെ മോളിൽ കയറി വരാനായിരിക്കും. പക്ഷേ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരെൻ്റെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി, കാര്യം എനിക്കാണെന്ന് എൻ്റെ അടുത്താണ് വരണമെന്ന് വിചാരിച്ചെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും താഴേക്ക് പോയേനെ. കാര്യം അവർക്ക് നല്ല വണ്ണമുണ്ട്, പിന്നെ മുടന്തും. അപ്പോൾ ബോഡി, അപ്പോൾ എൻ്റെ സ്റ്റെയർ കേസ് ഇത് ഇങ്ങനെ കിടക്കുകയാണ്, മരത്തിൻ്റെ പഴയ സ്റ്റെയർ കേസാണ്. ഇതിമേ കൂടി വരണമെങ്കിലാണ് ഈ ഒരു അരമണിക്കൂർ എടുത്തത് ആൾ. കാര്യം ഒരു സ്റ്റെപ്പ് എടുത്ത് അവിടെ വെച്ചിട്ട് നമ്മൾ കൈകൊണ്ട് പിടിച്ച് വലിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡി പൊങ്ങിയിട്ട് അടുത്ത സ്റ്റെപ്പേ വരത്തുള്ളൂ. എൻ്റെ ദൈവമേ, ഞാൻ നോക്കുമ്പോൾ ഇവരിങ്ങനെ വിയർത്ത് കുളിച്ച് ശരീരം മുഴുവൻ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതി വന്ന് എൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛാ എൻ്റെ അമ്മ മരിച്ചു, എനിക്കാരുമില്ല എന്ന് പറഞ്ഞു. അതായത് അവർക്ക് 36 വയസ്സുണ്ടായിരുന്നു, നല്ല വണ്ണമുണ്ട്, മുടന്തുമുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞിങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കുമോ.
ഇപ്പോൾ എനിക്കാണെങ്കിൽ സങ്കടം ആയിപ്പോയി. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉപദ്രവം അവരോട് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം നമ്മൾ അറിഞ്ഞില്ല, അത് വേറെ കേസ്. പക്ഷെ എന്നാൽ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ. അപ്പം ഞാൻ എൻ്റെ മുമ്പിൽ എൻ്റെ പള്ളിയിൽ അന്ന് ഞാൻ വലിയൊരു കുരിശ് ഉപയോഗിക്കുമായിരുന്നു 95 കാലഘട്ടങ്ങളിൽ എൻ്റെ മുറിയിൽ. ഇപ്പം മുറിയിൽ ഇപ്പോൾ ആരെയും കയറ്റണില്ല, കൗൺസിലിങ് പുറത്താണല്ല. അപ്പോൾ കൗൺസിലിങ് പുറത്ത് തന്നെയല്ല, മുറിയിലിരിക്കണമല്ല. ഇപ്പം നമ്മൾ കൗൺസിലിങ് എവിടെയാണ്? മാതാവ് പ്രത്യക്ഷപ്പെട്ട ബലിപീഠത്തിലോ അല്ലെങ്കിൽ കുഞ്ഞു മാതാവ്, ഈ കൃപാസനത്തിലെ ആദ്യത്തെ മാതാവ് കൊച്ചു മാതാവാണ്. ആ കൊച്ചുമാതാവിൻ്റെ കാലം തൊട്ടാണ് ഇത് വലിയ രീതിയിലേക്ക് അമ്മ വളർത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് കൊച്ചുമാതാവിനെ ഞാൻ ഒരിക്കലും കളയത്തില്ല. അപ്പം ഞാൻ ശുശ്രൂഷ വളർന്നു കഴിഞ്ഞപ്പോൾ കൊച്ചുമാതാവിന് പങ്കമായിട്ട് അവിടെ ഇരിപ്പുണ്ട്, ആൾത്താറിയിരിക്കുന്നുണ്ട്. ചരിത്രമുള്ള അമ്മയാണ്. ആ രൂപത്തിനുള്ളിൽ നിന്ന് എത്രയോ കാലം നമ്മൾ അനുഗ്രഹം സ്വീകരിച്ച് വളർന്നതാണ്. അപ്പോൾ ഞാൻ കൊച്ചുമാതാവിനെ ഇരുത്തിയാണ് ഇപ്പോൾ കൗൺസിലിംഗ് ചെയ്യണം. ഇപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് ഇവരിങ്ങനെ വന്ന് ഈ വിഷയം പറഞ്ഞപ്പോൾ എൻ്റെ മുറി വലിയ കുരിശാണ് ഇരുന്നത്. അപ്പം ഞാൻ വലിയ കുരിശ് സ്ഥാപിച്ചിരിക്കുകയാണ് മുറിയിൽ. അപ്പം ഞാൻ ഇവരോട് വേറെ ഒന്നും തിരക്കിയില്ല. ഞാൻ ഇവരോട് പറഞ്ഞു, 3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ എൻ്റെ അടുത്ത് വരും. അന്ന് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് ഞാൻ കുരിശ് നോക്കിക്കൊണ്ട് പറഞ്ഞതാണ്. 3 ആഴ്ച കഴിയും. 3 ആഴ്ചയാണ്, അല്ലാതെ 3 മാസമല്ലേ. കല്യാണം ഒരു കണ്ടുപിടിക്കണമെങ്കിൽ എന്തെല്ലാം പ്രോസസ്സുണ്ട്. 3 അക്കാര്യം എൻ്റെ മനസ്സ് വേദനിച്ചു പോയി ഈ ഒരു കാഴ്ച കണ്ടിട്ട്. ഞാൻ പറഞ്ഞു 3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ എന്നെ വന്ന് കാണും. അന്ന് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ കയ്യിലുണ്ടാകുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, ഞാനത് മറന്നുപോയി. നമ്മൾ എന്ത് പറഞ്ഞാലും ആളിനെ ഓർത്താണല്ല ഇത് പറയണത്. നമ്മൾ മറക്കും, പക്ഷേ ഈശോ മറക്കത്തില്ല. 3 ആഴ്ച കഴിഞ്ഞോ ഞാൻ നോക്കുമ്പോൾ ഈ ചേച്ചി ആ 3 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ കയറി എൻ്റെ മുറി വന്ന് ഒരു മിടുക്കനായ മനുഷ്യനെ കല്യാണം കഴിച്ചതുകൊണ്ട് നിറയെ പൊന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും നിറയെ പൊന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് അവിടെ നല്ല പട്ടുടുപ്പിൽ പൊന്നിട്ട് കിടന്നിട്ട് തിളങ്ങണ കാണാൻ രസമായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഈ കാഴ്ച മാറത്തില്ല. അതായത് കർത്താവ് വലിയവനാണ്. അന്ന് മുതൽ എനിക്കറിയാമായിരുന്നു നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ. ഇന്നിപ്പോൾ അവരുടെ ഭർത്താവാണ് കഴിഞ്ഞ കൊല്ലം മരിച്ചത്. അപ്പോൾ ഉടനെ അവർ വന്ന് 30 ആവശ്യത്തിന് കൂടെ ജീവിച്ചവർ, ഒരു കുഴപ്പമില്ല. എത്ര കൊല്ലമായി? 10-25 കൊല്ലം ജീവിച്ചില്ല, അത് മതി, ബാക്കിയാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ഒരു ഇടവില്ല. അവരൊന്ന് ഉടമ്പടി ചെയ്തു. അമ്മ വസ്തു എല്ലാം വിറ്റു, എല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ പോണ വഴിക്കാണ് എന്നെ കാണുന്നത്. അപ്പോഴാണ് ഞാൻ പഴയ കാര്യം ഓർത്തത്. എപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണം. അതായത് ഈ 60% മുടന്തും കല്യാണം കെട്ടിച്ച് കൊടുക്കാനാ, തിരക്കി പെണ്ണന്വേഷിച്ച് പോകാനാ, ചെറുക്കൻ അന്വേഷിച്ച് പോകാനാ ആരില്ലാതിരിക്കുകയും, ഇനി ചെറുക്കന്മാർക്കാണെങ്കിൽ ഇഷ്ടപ്പെടാതെ ഈ മുടന്ത് വല്ലവരും ഇഷ്ടപ്പെടാതിരിക്കും. ഇങ്ങനെ കുറേ നമ്മൾ ഒന്ന് നോക്കിയാൽ 9 തടസ്സമാണ്. ഒരേ രീതിയിൽ നമ്മൾ നോക്കിയാൽ 9 തടസ്സം. പക്ഷെ കർത്താവിനെ നോക്കിയാൽ ഒരു തടസ്സവുമില്ല. ഇതാണ് സംഭവം. നമ്മൾ മാനുഷികമായിട്ട് നോക്കിയാൽ 9 തടസ്സമാണ്. പക്ഷേ കർത്താവിനെ കൊണ്ടാണ് നോക്കിക്കുകയാണെങ്കിൽ, കർത്താവെ നീ, ഞാൻ നോക്കിയിട്ട് ഒരു 9 തടസ്സം കാണുന്നുണ്ട്, കർത്താവെ നീ ഒന്ന് നോക്കിക്കേ. അപ്പോൾ കർത്താവ് നോക്കിയിട്ട് പറയും ഒരു തടസ്സമില്ലല്ലോ എന്ന് പറയും. എന്താ കാര്യം? ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതാണ് 1:37 ലൂക്കായുടെ സുവിശേഷത്തെ. അപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറയുമ്പോഴേ നമ്മൾക്ക് അവിടെ ചെയ്യാനുള്ളൊരു കാര്യം എന്താണ്? അസാധ്യമല്ലാത്ത ദൈവത്തിനെ, എല്ലാം സാധ്യമാക്കി തീർക്കാനുള്ള ദൈവത്തിനെ നമ്മളൊരു പിടിച്ചിറക്കി കൊണ്ടുവരാൻ വേണ്ടി ഒരു ഫെസിലിറ്റേഷൻ ചെയ്യണം, ഇല്ലേ? ഇപ്പം നിങ്ങളുടെ വീട്ടിലോട്ട് റോഡില്ല, വണ്ടി വരാൻ പോവുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? മടൽ വെട്ടിയിട്ട് കൊടുക്കും പൊതിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി. ഇപ്പം നിങ്ങളുടെ പെര പണിയാൻ പോവുകയാണ്, വീട്ടിലോട്ട് വണ്ടി കയറത്തില്ല, പക്ഷേ വണ്ടി കയറ്റാതെ മാർഗ്ഗമില്ല. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ കുറച്ച് പൂടി ഇറക്കി മടലൊക്കെ വെട്ടിയിട്ട് അത് പൊതഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റേഷൻ ചെയ്യും. ഇതുപോലെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങളൊന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതെന്താ? അതാണ് പറഞ്ഞത്, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക.
എന്തെല്ലാം വലിയ വിഷമതകളാണെങ്കിലും മക്കളെ, ഇന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. ധ്യാനം കൂടിപ്പോകുന്ന സ്ഥലമല്ല ഇത്. ഇതൊരു ധ്യാന കേന്ദ്രം പോലും അല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു അഭയ കൂടാരമാണ്. ജീവിതത്തിന് തീ പിടിച്ച് കഴിയുമ്പോൾ ഓടി വന്ന് കയറുന്ന ഒരു സ്ഥലം. ആ സ്ഥലം അങ്ങനെ ആയതുകൊണ്ടാണ് അമ്മ ഇവിടെ നിൽക്കുന്നത്, അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ പിന്നെ എനിക്കും നിനക്കും രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്താ? അമ്മ അറിയാതെ ഞാനിവിടെ വന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ തീ പിടിച്ചിരിക്കുകയാണ്. എനിക്ക് ഈ ജന്മത്ത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്നെപ്പോലെ 9 പേർക്കും എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന് ചെയ്യാൻ പറ്റും. ദൈവം അത് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ സുവിശേഷ വിഹിതമായി അമ്മയുടെ വാക്കനുസരിച്ച് കൊണ്ട് കർത്താവിൻ്റെ വചനപ്രകാരം ഞാൻ എൻ്റെ ജീവിതം പുനഃക്രമീകരിക്കും. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തെ അനുഗ്രഹത്തിൻ്റെ വലിയ തേരോട്ടം നടത്തും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവേ, കരങ്ങളുയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്ര ദൈവമേ, സ്തുതിക്കുന്നത് കർത്താവേ, ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കട്ടെ. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ആരാധന അഭിഷേക നിമിഷങ്ങളാണ്, സ്വർഗീയ നിമിഷങ്ങളാണ്, നിമിഷങ്ങളാണ്, കൃപയ്ക്ക് മേൽ കൃപ ചൊരിയുന്ന നിമിഷങ്ങളാണ്. യോഹന്നാൻ 1:14 ദൈവ കൃപയ്ക്ക് മേൽ കൃപ ചൊരിയുന്ന സ്വർഗീയ നിമിഷം. മനമുയർത്തി സ്വരമുയർത്തി എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ള മക്കളെ, അവനുമായിട്ടൊരു തീരുമാനം എടുക്കുക. കാര്യം ഉടമ്പടി ഇത്രയും ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ചിലർക്ക് ലാഗ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സൂത്രപ്പണിയാണ് ഇപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്താണ്? എത്രയും പെട്ടെന്ന് ജീവിതം കർത്താവിൻ്റെ വചനപ്രകാരം പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ പുനഃക്രമീകരിക്കണം. എന്നാൽ പിന്നെ നീ നിൻ്റെ കാര്യം ചെയ്യേണ്ടി വരത്തില്ല, നിൻ്റെ കാര്യം ദൈവം ചെയ്യാം. ഇപ്പോഴേ കാലിങ്ങനെ പിണച്ച് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ കാണുന്നുണ്ട്. കുഞ്ഞ് കമന്നാണ് കിടക്കണത്. പക്ഷേ കുഞ്ഞിൻ്റെ ഇടത് കാല് വലത് കാലിൻ്റെ മുകളിൽ കമന്ന് കിടക്കണ കുഞ്ഞ് ഇടത് കാല് വലത് കാലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ പിന്നെ നമ്മൾ ആരെങ്കിലും ചെന്ന് കാല് പൊക്കി മാറ്റി കൊടുക്കണം. കുഞ്ഞിന് തന്നെ എടുത്ത് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്തോ മസിൽ ഇംബാലൻസും മസിൽ മരവിപ്പൊക്കെ ഉള്ള കൊച്ചാണ്. ആ കുഞ്ഞിനെ കർത്താവ് ഇപ്പോഴും അത് കമന്നേ കിടക്കത്തുള്ളൂ. ഇപ്പൊ കർത്താവ് അതിനെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ഞരമ്പുകളെയും, അതായത് പ്രത്യേകിച്ച് ഇപ്പോഴേ ശ്രദ്ധിക്കുക, അതായത് വാരിപ്പറ്റെന്ന് നാം പറയത്തില്ലേ, അതിന് ഇംഗ്ലീഷ് എന്താണ് പറയണമെന്നറിയത്തില്ല. നമ്മുടെ ഈ റിബ്സായിട്ടുള്ള ഈ നടുവെല്ലും അതിൻ്റെ കൂടെയുള്ള നെഞ്ചും കൂടും അതിൻ്റെ വാരിപ്പറ്റുകൾ, അതിനെന്തോ ഇടതുവശത്തെ വാരിപ്പറ്റിന് ബലക്ഷയങ്ങൾ, ചിലപ്പോൾ നേരത്തെ വല്ല ഒടിയോ വല്ലതൊക്കെ ചെയ്തായിരിക്കും. പക്ഷെ ഈ വശത്തെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്ന നൽകുന്ന സൗഖ്യത്തെ ഓർത്തത് പറയുന്നു, രോഗശാന്തിയെ ഓർത്തത് പറയുന്നു, സാക്ഷ്യം പറയുമാർ കർത്താവെ സമ്പൂർണ്ണമായി ഏറ്റെടുക്കുന്നത് പറയുന്നു. ശ്വാസകോശങ്ങൾ തന്നെയാണ് ഈശോ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്വാസകോശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ അനുസ്മരിപ്പിക്കും പോലെയാണ്
കാഴ്ചകളുടെ രീതികൾ വരുന്നത്. അതായത് നെഞ്ചും കൂടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ശ്വാസകോശ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. ശ്വാസകോശ രോഗികളെ നെഞ്ചിന്റെ കൂമ്പിനിരുന്ന് വേദനിക്കുന്നവരെ, ശ്വാസം എടുക്കുമ്പോൾ വേദനിക്കുന്നവരെ, ശ്വസിക്കാൻ പ്രയാസമുള്ളവരെ, പതിരയെ സ്പർശിക്കണമേ. ഹൃദയത്തെ സ്പർശിക്കണമേ. കരളിനെ സ്പർശിക്കണമേ. ശ്വാസകോശ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സുഖപ്പെടട്ടെ. ശ്വാസകോശ രോഗികളെ അങ്ങ് സ്പർശിക്കുന്നവർ നന്ദി പറയുന്നു, സുഖപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, ശരീരത്തിലെ വെള്ളം കെട്ടി കിടക്കുന്നവരെ, വെള്ളം ഇറങ്ങിപ്പോകാത്തവരെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി അസ്ഥികള്, ഞരമ്പുകള്, കോശങ്ങള് യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, വാതരോഗികളെ, തലവേദനയും കണ്ണിന്റെ കാഴ്ചക്കുറവും, ചെവിയുടെ കേൾവിക്കുറവും, തൊണ്ടവേദനകള്, തൈറോയിഡ്, കർത്താവിന്റെ നാമത്തിൽ, കർത്താവിന്റെ വിശുദ്ധമായ വലതുകരത്താൽ സ്പർശിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരകരോഗങ്ങള്, തീരാവ്യാധികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. കർത്താവേ, മാരകമായ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ഹാർട്ട് രോഗങ്ങള്, ഹൃദയ സംബന്ധമായ രോഗങ്ങള്, ലിവർ രോഗങ്ങള്, കർത്താവേ, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, തൈറോയ്ഡ്, കർത്താവേ, സുഖപ്പെടുന്നവർ നന്ദി പറയുന്നു, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവർ നന്ദി പറയുന്നു. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ, ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉദരരോഗികളെ സ്പർശിക്കണമേ. നടുവേദനക്കാരെ സ്പർശിക്കണമേ. ഉറക്കമില്ലാത്തവരെ സ്പർശിക്കണമേ. കർത്താവേ, മനോരോഗികളെ, വിസർപ്പരോഗികളെ, അസുഖമുള്ളവരെ, കർത്താവേ, ത്വക്ക് രോഗികളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഉദരരോഗികളെ, അൾസർ രോഗികളെ, കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ സ്പർശിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മൂത്രത്തെ കല്ലുകള്, പാൻക്രിയാസിന്റെ രോഗങ്ങള് യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, മക്കളില്ലാത്തവരെ, അണ്ഡം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരെ, ബീജമില്ലാത്തവരെ, മൊബിലിറ്റി ഇല്ലാത്തവരെ, കർത്താവിന്റെ നാമത്തിൽ സ്പർശിക്കപ്പെടട്ടെ. മക്കളില്ലാത്തവർക്ക് കൃപാനയുടെ ആരാധനയുടെ ശക്തിയാൽ ദൈവത്തിന്റെ ലഭിക്കട്ടെ, മക്കളെ ലഭിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സാറായിക്ക് 90-ാമത്തെ വയസ്സിൽ സന്താനം കൊടുത്ത ദൈവമേ, മധ്യായ എലിസബത്തിന് സന്താനലബ്ധി കൊടുത്ത ദൈവമേ, കർത്താവേ, സന്താനരഹിതരെ, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഉള്ളവരെ, അണ്ഡം ഉൽപ്പാദിക്കാത്തവരെ, കൗണ്ട് കുറഞ്ഞു പോകുന്നവരെ അങ്ങ് ഈ ആരാധനയിൽ സൗഖ്യപ്പെടുത്തനെ ഓർത്ത് നന്ദി പറയുന്നു.
വശത്തുള്ള കുത്തിത്തിച്ചുള്ള വേദനകൾ, അത് ചിലപ്പോൾ ഇതുപോലെ കല്ലിൻ്റെ വേദനയായിരിക്കാം. കർത്താവ് വിഷയത്തെ പൂർണ്ണമായ ആ വ്യക്തിയെ സുഖപ്പെടുത്തുന്നു. സുഖലീയ. അതുപോലെ തന്നെ അസ്ഥികൾ, ആ ഇടത്തെ മുട്ടിൻ്റെ അസ്ഥികൾ പൊട്ടിയതായിരുന്നു, പിന്നെ അത് ചേർന്നതാണ്, പിന്നെ സ്വാധീനമില്ലാണ്ടായി. ഇപ്പോൾ ഇടത് അസ്ഥികളെ കർത്താവ് ബലപ്പെടുത്തി നമ്മൾ നടന്ന് ഓടിയും ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്താവ് വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. കർത്താവായ ദൈവമേ, ജോലിയില്ലാത്തവരെ, പരീക്ഷ എഴുതി നിൽക്കുന്നവരെ, റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കുന്നവരെ, നൈപുണ്യ പരീക്ഷ, മത്സര പരീക്ഷ, വിദേശ പഠനങ്ങൾക്ക്, ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങള്, പരീക്ഷകള് അതിലെഴുതിയിരിക്കുന്നവരെ ഈ നിമിഷം കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കൃപ ചൊരിയട്ടെ. കർത്താവെ, ഏറ്റെടുക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു, സൗഖ്യപ്പെടുന്നതിനെ ഓർ നന്ദി പറയുന്നു. എല്ലാ പരീക്ഷകളുടെ മേൽ, വിദ്യാർത്ഥികളുടെ മേൽ കർത്താവയുടെ അനുസരണക്കേടിൽ അനുസരണമേ ഈ ദിവ്യകാരുണ്യത്താലൊക്കെ സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ആരാധന. മകളെ, ജോലി തടസ്സങ്ങൾ, വരുമാനം മുട്ടിപ്പോയവര്, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജോലിക്ക് വേണ്ടി യാത്രയിലായിരിക്കുന്നവർ, തിരിച്ച് ജോലിക്ക് പോയിട്ട് തിരിച്ച് വരാൻ പറ്റാതെ ഇരിക്കുന്നവർ, അങ്ങനെ എല്ലാ മേഖലകളിലും സാമ്പത്തിക വിഷമങ്ങളാൽ വല്ലാതെ ക്ലേശിക്കുന്നവരുടെ മേൽ എല്ലാം കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ, ഉടമ്പടിയുടെ ശക്തിയാൽ ദൈവത്തിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ദൈവത്തിന്റെ ശക്തി നിറയുന്നതിനെയോ തതി പറയുന്നു, അങ്ങ് അത്ഭുതകരമായി ഇടപെടുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും. ഒരു മുറിവ് പണ്ട് പൊറുത്തതാണ്, പക്ഷെ ചില ഈ ചെറിയ നേർച്ചപ്പെട്ടിയുടെ ദ്വാരം പോലെ ഈ മാംസം വെട്ടി ആ ഉള്ളിലോട്ട് ഇങ്ങനെ ഒരു ദ്വാരം പോലെയാണ് പുറത്തിരിക്കണത്. അതിൽ നിടക്ക് വേദന വരുമ്പോൾ ചെറിയ ഇൻഫെക്ഷനൊക്കെ വരും, പിന്നെ വല്ല ഗുളിയൊക്കെ വല്ലതും കഴിച്ച് നിൽക്കും. ഇങ്ങനെ ശരീരത്തിലെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ദൂരങ്ങളിൽ നിന്ന് ഇടയ്ക്ക് വെള്ളം കരച്ച് വരുന്ന ആ രോഗിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ശരീരത്തിൻ്റെ മുതുക് ഭാഗവും പിന്നെ പകുതി ചന്തിയുടെ ഭാഗങ്ങളെല്ലാം, പകുതി മുതുകും ആവതെല്ലാം ഇങ്ങനെ ഒരു ശരീരത്തിൻ്റെ പുരുഷനാണ്, ഒരു 50 വയസ്സ് കാണുക, 57 വയസ്സ് കാണുമായിരിക്കും. പക്ഷേ ഇങ്ങനെ പൊട്ടുണ്ട്, ബ്രൗൺ നിറത്തിലുള്ള പൊട്ടുകൾ. ശരീരം എന്ന് വെച്ചാൽ അതിനേക്കാളും ശരീരം ബ്രൗണാണ്, അതിനേക്കാളും ഇത്തിരി യെല്ലോളിയ മഞ്ഞോളിയും കൂടിയിട്ടുള്ള ചെറിയ പൊട്ടുകൾ ഇങ്ങനെ നമ്മൾ മൈലാഞ്ചി കൊണ്ട് തേച്ച് എങ്ങനെ ഇരിക്കും അതുപോലെയുള്ള ചെറിയ മങ്ങിയ പൊട്ടുകളുണ്ട്. അതൊരു ത്വക്ക് രോഗമാണ്. കർത്താവ് വ്യക്തിയെ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ത്വക്ക് രോഗികളെ സ്പർശിക്കുന്നതിനെ ഓർത്ത് അവർക്ക് സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് അത് പറയുന്നു. യേശുവേ ആരാധന. പ്രമാണം ചൊല്ലുക. Lord Jesus Christ, pour out His Spirit. Lord Jesus Christ, pour out His Spirit. Prepare for the ഇപ്പോഴ് വീണ്ടും നേർച്ച വസ്തു ഏർപ്പെടുത്തുകൊണ്ട് ആശീർവാദം മേടിക്കുക. പ്രൈസ് ദി ലോർഡ്. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. കരങ്ങൾ ഉയർത്തി, മനമുയർത്തി, സ്വരമുയർത്തി അതിശക്തമായ സ്വരത്തിൽ
ഇതാ ഈശോ നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. കർത്താവ് തൻ്റെ വലതുകരം നീട്ടി നിങ്ങൾ ഓരോരുത്തരെയും തൊടുന്ന നിമിഷമാണ്. നിങ്ങളുടെ രോഗം, നിങ്ങളുടെ ദുരിതം, നിങ്ങളുടെ കടഭാരങ്ങൾ, ജീവിത വ്യഗ്രതകൾ, ഉടമ്പടി സമർപ്പിച്ചുള്ള നിയോഗങ്ങൾ, നിങ്ങളുടെ കുടുംബം, മക്കളെ എല്ലാം ഈശോ ആശീർവദിക്കും. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, യേശുവേ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവമേ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമേ, സർവാദ രോഗിക്ക് കിടക്കേട് നടക്കാൻ കൽപ്പിച്ച ദൈവമേ, അങ്ങയുടെ മക്കൾ ഇപ്പോൾ സമർപ്പിക്കുന്ന യോഗങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കണമേ. കടലിന് മീതെ നടന്നു നീങ്ങിയ ദൈവമേ, അഞ്ചപ്പക്കട്ട 1000 പേരെ തീറ്റി പോറ്റ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ ദാരിദ്ര്യം, രോഗം, ദുരിതം, കടങ്ങൾ, കർത്താവേ, വർദ്ധിച്ചു വരുന്ന ചെലവുകള്, വരുമാനം തികയാതെ വരുന്ന അവസ്ഥകള് സമർപ്പിക്കുന്ന കർത്താവേ, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയ കുടുംബങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, സന്താനരഹിതരായവര്, ഭവനരഹിതരായവര്, കർത്താവേ, ഡിവോഴ്സിന്റെ പക്കൽ എത്തിയിരിക്കുന്ന കുടുംബങ്ങള്, പിണങ്ങി താമസിക്കുന്ന കുടുംബങ്ങള്, പിരിഞ്ഞുപോയ കുടുംബങ്ങള്, കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമേ. 53:13 കർത്താവാണല്ലോ മക്കളെ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസങ്ങള്, അനുസരണക്കേടുള്ള മക്കള്, പഠിക്കാത്ത മക്കള്, അലസരായ മക്കള്, തെറ്റായ കൂട്ടുകെട്ടുള്ള പ്രേമബന്ധങ്ങള്, മൊബൈലിൽ അടിമപ്പെട്ടു പോയ മക്കള്, ഈ ആരാധനയിൽ കർത്താവേ പങ്കുചേരുന്നവര്, വിദൂരത്തിരുന്ന് പങ്കുചേരുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, ജപ്തിക്ക് ഇടപെട്ടിരിക്കുന്ന അവസ്ഥകള്, വീട് ജപ്തി ചെയ്തു പോകുന്ന അവസ്ഥകള്, കർത്താവേ, ഡോക്ടേഴ്സ് പോലും തല്ലിയ രോഗികള് അവരെ സ്പർശിക്കണമേ. മദ്യപാനികളെ സ്പർശിക്കണമേ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ സ്പർശിക്കണമേ. ദുഃഖങ്ങൾ മാത്രമായി കുടുംബത്തിൽ കഴിയുന്നവരെ അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവേ, മറ്റൊരുത്തൽ രക്ഷയില്ല. രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാണത് അടിയുറച്ച് വിശ്വസിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും